ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ലേണേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ ആദ്യം നമുക്ക് കൾച്ചറൽ ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് പിയർ ബോർഡ്യൂ. പിയർ ബോർഡ്യൂ എന്ന് പറയുന്ന ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കൺസെപ്റ്റാണ് കൾച്ചറൽ ക്യാപിറ്റൽ. And it refers to the non-financial assets such as education, knowledge, skills, style of speech and dress that can be used to increase social status and mobility. അതായത് ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ പൊസസ് ചെയ്യുന്ന നോൺ ഫിനാൻഷ്യൽ അസറ്റ്സ്, അതായത് എഡ്യൂക്കേഷൻ, നോളജ്, സ്കിൽസ്, സ്റ്റൈൽ ഓഫ് സ്പീച്ച്, ഇതിനെയാണ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് നല്ല എഡ്യൂക്കേഷനും നോളജും ലാംഗ്വേജും സ്റ്റൈൽ ഓഫ് സ്പീച്ചും ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്തുണ്ടാവും? നല്ല ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവും, സോഷ്യൽ മൊബിലിറ്റി ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ ഏതൊരു ഇൻഡിവിജ്വലിൻ്റെയും സോഷ്യൽ മൊബിലിറ്റീനെയും സോഷ്യൽ സ്റ്റാറ്റസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന നോൺ ഫിനാൻഷ്യൽ അസറ്റ്സായ എഡ്യൂക്കേഷൻ, നോളജ്, സ്കിൽസ്, സ്റ്റൈൽ ഓഫ് സ്പീച്ച്, ഇതിനൊക്കെയാണ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി കൾച്ചറൽ ക്യാപിറ്റൽ ഹൈലി ഇൻഫ്ലുവൻസ് എ പേഴ്സൺ സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ സൊസൈറ്റി. ഏതൊരു വ്യക്തിൻ്റെയും സോഷ്യൽ സ്റ്റാറ്റസിനെയും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീനെയും ഒക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ലാംഗ്വേജ്, നോളജ്, സ്കിൽസ്, എഡ്യൂക്കേഷൻ, കൾച്ചറൽ ടേസ്റ്റസ്, ഇങ്ങനെയുള്ള കൾച്ചറൽ അസറ്റ്സ് ഒക്കെ ഒരു ഇൻഡിവിജ്വലിനെ എങ്ങനെയാണ് മറ്റുള്ളവർ നോക്കിക്കാണുന്നത്, അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ എത്രത്തോളം സക്സീഡ് ചെയ്യും, എഡ്യൂക്കേഷനിലായാലും വർക്ക് പ്ലേസിലായാലും അവർ എത്രത്തോളം സക്സീഡ് ചെയ്യും, ഇതിനെയൊക്കെ വല്ലാണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സൊസൈറ്റിയിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, നല്ല നോളജുള്ള, നല്ല സ്കിൽസും ലാംഗ്വേജും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ മറ്റുള്ളവർ അവരെങ്ങനെയായിരിക്കും നോക്കൽ? ഇതൊരു നല്ല വ്യക്തിയാണ്, ഇവർ നല്ലൊരു സൊസൈറ്റിയിൽ നല്ലൊരു സ്റ്റാറ്റസ് ഉള്ള ഒരാളായിരിക്കും, അവർ നമ്മൾ ഭയങ്കര റെസ്പെക്റ്റോടെ ഒക്കെ ആയിരിക്കും കൺസിഡർ ചെയ്യൽ. എന്തുകൊണ്ടായിരുന്നു? അവർക്ക് നല്ല ഒരു കൾച്ചറൽ ക്യാപിറ്റൽ ഉള്ളത് കൊണ്ടാണ്. സോ ഇതാണ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. Next is types of cultural capital. There are mainly 3 types of cultural capital. They are embodied cultural capital, objectified cultural capital and institutionalized cultural capital. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. ഫസ്റ്റ് വൺ ആണ് embodied cultural capital. It is the personality, accent, taste that one carries themselves. ഒരു ഇൻഡിവിജ്വൽ പൊസസ് ചെയ്യുന്ന അവരുടേതായ പേഴ്സണാലിറ്റി, ആക്സെൻറ്റ്, അതുപോലെ തന്നെ അവരുടേതായ ആ ഒരു ടേസ്റ്റ്, അങ്ങനെ അവർ ക്യാരി ചെയ്യുന്ന ഇങ്ങനെയുള്ള ക്വാളിറ്റീസിനെയാണ് എംബോഡീഡ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുന്ന ഒരാൾ, അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളെ കണ്ടാൽ ആരായാലും ഒന്ന് നോക്കിപ്പോവും. അതുപോലെ തന്നെ അവരെ നമ്മൾ ഭയങ്കര റെസ്പെക്റ്റോടെ ആയിരിക്കും കൺസിഡർ ചെയ്യൽ. അതിന് കാരണം അവരുടെ ആ ഒരു ആക്സെൻറ്റ്, അവരുടെ ആ ഒരു ലാംഗ്വേജ് സ്കിൽ, അതുപോലെ തന്നെ ആ ഒരു പേഴ്സണാലിറ്റി, അതൊക്കെയാണ് അങ്ങനെ അവർക്ക് ആ ഒരു ബെറ്റർ പൊസിഷൻ കൊടുക്കുന്ന പേഴ്സണാലിറ്റിയും ആക്സെൻറ്റ്, ഇതിനെയൊക്കെയാണ് എംബോഡീഡ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ദ സെക്കൻഡ് വൺ ഈസ് ഒബ്ജക്റ്റിഫൈഡ് കൾച്ചറൽ ക്യാപിറ്റൽ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ദീസ് ആർ ദ കൾച്ചറൽ ഓബ്ജക്ട്സ് ദാറ്റ് എൻ ഇൻഡിവിജ്വൽ ഓൺസ്. ഒരു വ്യക്തി ഓൺ ചെയ്യുന്ന, അതായത് ബുക്സ് ആയാലും പെയിൻറ്റിങ്സ് ആയാലും അങ്ങനെ എന്തായാലും അത് അവർക്ക് ഒരു ബെറ്റർ പൊസിഷൻ അല്ലെങ്കിൽ ഒരു ബെറ്റർ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് വിളിക്കാം? ഒബ്ജക്റ്റിഫൈഡ് കൾച്ചറൽ ക്യാപിറ്റൽസ് എന്ന് വിളിക്കാം. ആ ഒരു ഒബ്ജക്റ്റിന്, ഇപ്പം ഒരുപാട് ബുക്ക് ഓൺ ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരുപാട് പെയിൻറ്റിങ്സ് ഓൺ ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇപ്പോൾ പിയാനോ ഒക്കെ സ്വന്തമായിട്ടുള്ള ആൾക്കാർ എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, അവർക്ക് പെയിൻറ്റിങ്സ് ഉണ്ടല്ലേ, അവർക്ക് പിയാനോ ഉണ്ടല്ലേ എന്നൊക്കെ പറയുമ്പം അവർക്ക് ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഒബ്ജക്റ്റാണ്. അപ്പം ഇതിനെയൊക്കെ നമുക്ക് ഒബ്ജക്റ്റിഫൈഡ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് വിളിക്കാം. അടുത്തതാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കൾച്ചറൽ ക്യാപിറ്റൽ.
ഇതെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് വെൻ കൾച്ചറൽ നോളജ് ഈസ് സർട്ടിഫൈഡ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡോക്ടറേറ്റ് PhD ഒക്കെ കിട്ടിയ ആൾക്കാർ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ഡിഗ്രി ഉള്ള ആൾക്കാരൊക്കെ നമ്മളെന്താ ഭയങ്കര റെസ്പെക്റ്റോടുകൂടെയൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നത് എന്താ, അവരുടെ കയ്യിലുള്ള ആ ഒരു ഡിഗ്രിയാണ് അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റാണ്. അപ്പം ഇതിനെയാണ് എന്താ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. സോ ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് കൾച്ചറൽ ക്യാപിറ്റൽ: എംബോഡീഡ്, ഒബ്ജക്റ്റിഫൈഡ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ്. ഓക്കെ. So we have discussed about what is cultural capital and what are the types of cultural capital. Now let's move to our main topic, cultural capital of learners. So cultural capital of learners, it refers to the non-financial, non-tangible assets learners have. ഒരു ലേണർ പൊസസ് ചെയ്യുന്ന നോൺ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ നോൺ ടാഞ്ചിബിൾ അസറ്റ്സ്, അതായത് ബേസ്ഡ് ഓൺ മണി അല്ലാത്ത അല്ലെങ്കിൽ ഫിസിക്കലി കാണാൻ പറ്റാത്ത, ടച്ച് ചെയ്യാൻ വേണ്ടി പറ്റാത്ത അസറ്റ്സ് ലൈക്ക് നോളജ്, സ്കിൽസ്, എക്സ്പീരിയൻസ്, ഇതിനെയാണ് നമ്മൾ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ലേണേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു കുട്ടി പൊസസ് ചെയ്യുന്ന അവരുടെ നോളജും സ്കിൽസും എക്സ്പീരിയൻസും ഇതിനൊക്കെ നമുക്ക് എന്താ കാണാനോ ടച്ച് ചെയ്യാനോ വേണ്ടി പറ്റൂല. നോളജിനെ അതുപോലെ തന്നെ സ്കില്ലൊന്നും നമുക്ക് ടച്ച് ചെയ്യാനോ കാണാനോ പറ്റൂല. അപ്പോൾ ഇതെന്ത് ചെയ്യും, ആ ഒരു ലേണറിൻ്റെ സക്സസ്സിനും പിന്നെ അവരുടെ ഡെവലപ്മെൻറ്റിനും അവരുടെ ആ ഒരു എഡ്യൂക്കേഷനിലും അതിനെയൊക്കെ വല്ലാതെ എഫക്റ്റ് ചെയ്യും. സോ ഇങ്ങനെയുള്ള എന്താ നോൺ ഫിനാൻഷ്യൽ, നോൺ ടാഞ്ചിബിൾ അസറ്റ്സ് ഓഫ് ലേണേഴ്സ് ദാറ്റ് ക്യാൻ എഫക്റ്റ് ദെയർ സക്സസ് ഇൻ എഡ്യൂക്കേഷൻ ഈസ് കോൾഡ് കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ലേണേഴ്സ്. ഓക്കെ. ഈ ഒരു കൺസെപ്റ്റ് എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് എഡ്യൂക്കേഷനിൽ ഉപകാരപ്രദമാകുന്നത് എന്നാണ്. ലൈക്ക് നോളജ് എങ്ങനെയാണ് ഒരു കുട്ടീൻ്റെ എഡ്യൂക്കേഷനെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കിൽസ് എങ്ങനെയാണ് എഡ്യൂക്കേഷനെ സ്വാധീനിക്കുന്നത്, അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ആ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനെ സ്വാധീനിക്കുന്നത് എന്നാണ്. സോ ഇങ്ങനെയുള്ള കൾച്ചറൽ അസറ്റ്സ് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ എൻവയൺമെൻറ്റിൽ അഡ്വാൻറ്റേജായി മാറുന്നത് എന്നാണ് കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ലേണേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത്. Next, we are going to discuss how cultural capital affects learners. കൾച്ചറൽ ക്യാപിറ്റൽ ലേണേഴ്സിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് cultural capital acts as social currency, helping the learners to move up the social ladder. ഇവിടെ കൾച്ചറൽ ക്യാപിറ്റലിനെ സോഷ്യൽ കറൻസിയോട് കമ്പയർ ചെയ്തത് കാണാൻ വേണ്ടി പറ്റും. നമുക്കറിയാം നമ്മുടെ ലൈഫിൽ മണി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മണി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് കൾച്ചറൽ ക്യാപിറ്റലും. ഇപ്പോൾ നല്ല നോളജും ലാംഗ്വേജ് സ്കില്ലും എഡ്യൂക്കേഷനും ഒക്കെ ഉള്ള ഒരു ലേണറിന് സൊസൈറ്റിയിൽ അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അക്കാഡമിക്കലി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി പറ്റും. So, cultural capital acts as social currency and it also helps the learners to move up the social ladder. The next point is learners with high cultural capital such as familiarity with art, literature and general world knowledge tend to perform better academically. അതായത് നമ്മളോട് നമ്മുടെ ടീച്ചേഴ്സ് എപ്പോഴും പറയുന്ന കാര്യമാണ്, എല്ലാ സ്റ്റുഡൻസിനും ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ മിയർ ക്ലാസ് റൂം നോളജ് മാത്രം ഉണ്ടായാൽ പോരാ, നമ്മുടെ സറൗണ്ടിങ്സിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഒരു ജനറൽ വേൾഡ് നോളജ് എല്ലാ ലേണേഴ്സിനും ഉണ്ടാവേണ്ടുന്ന ഒന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജനറൽ നോളജും അല്ലെങ്കിൽ ആർട്ട് ലിറ്ററേച്ചറായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ലേണേഴ്സിന് അക്കാഡമിക്കലി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇനി അതുപോലെ തന്നെ കൾച്ചറൽ ക്യാപിറ്റൽ ലേണേഴ്സിൻ്റെ കമ്മ്യൂണിക്കേഷനെയും അതുപോലെ തന്നെ അവരുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു രീതിനെയും അതുപോലെ തന്നെ അവരുടെ ലാംഗ്വേജ് യൂസിനെയൊക്കെ ഷേപ്പ് ചെയ്യും. അതുപോലെ തന്നെ
Students with higher cultural capital are more confident in interacting with the teachers and peers. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമുക്കൊരു നല്ല ലാംഗ്വേജും പിന്നെ നോളജും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സിനോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തിനെ പറ്റിയിട്ട് വേണ്ടത്ര നോളജ് നമുക്കില്ല, അല്ലെങ്കിൽ അത് എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ലാംഗ്വേജ് നമുക്കില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ, നമുക്ക് ആ ഒരു കാര്യം പറയാനുള്ള ആ ഒരു കോൺഫിഡൻസ് കൂടെ ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റുഡൻസ് വിത്ത് ഹയർ കൾച്ചറൽ ക്യാപിറ്റൽ ആർ മോർ കോൺഫിഡൻറ്റ് ഇൻ ഇൻട്രാക്ടിങ് വിത്ത് ടീച്ചേഴ്സ് ആൻഡ് പിയേഴ്സ്. അതുപോലെ തന്നെ കൾച്ചറൽ ക്യാപിറ്റൽ എഫക്ട്സ് ദ സോഷ്യൽ നെറ്റ്വർക്ക്സ് ലേണേഴ്സ് ഫോം. അതായത് നമുക്കൊരു നല്ല കൾച്ചറൽ ക്യാപിറ്റൽ, അതായത് നോളജും എഡ്യൂക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെന്താ, നമ്മുടെ ആ ഒരു ബൗണ്ടറി ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോകാനും സൊസൈറ്റിയിൽ ഒരുപാട് നല്ല നല്ല നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ബോണ്ടിങ്സ് ഫോം ചെയ്യാനും കൂടെ പറ്റും. ഇപ്പോൾ നല്ലൊരു കൾച്ചറൽ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ഇതൊന്നും ആ ഒരു ലേണറിൻ്റെ ലൈഫിൽ പോസിബിൾ ആയിരിക്കില്ല. ത്രൂ നോളജ് അല്ലെങ്കിൽ ത്രൂ എഡ്യൂക്കേഷനാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പോസിബിൾ ആവുന്നത്. സോ ഇറ്റ് ഓൾസോ എഫക്ട്സ് സോഷ്യൽ നെറ്റ്വർക്ക്സ് ലേണേഴ്സ് ഫോം. അപ്പോൾ ഇതൊക്കെയാണ് എന്താ കൾച്ചറൽ ക്യാപിറ്റൽ ലേണേഴ്സിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നതിനുള്ള പോയിൻറ്റ്സ്. സോ നമ്മൾ കൾച്ചറൽ ക്യാപിറ്റൽ നോക്കി, കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ലേണേഴ്സ് നോക്കി. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, എവിടെ നിന്നാണ് ഈ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ നമുക്ക് കിട്ടുന്നത്, ഓർ ഹൗ ലേണേഴ്സ് അക്വയർ കൾച്ചറൽ ക്യാപിറ്റൽ. അപ്പം ഇത് നമുക്ക് നോക്കാം. സോ ദ ഫസ്റ്റ് പോയിൻ്റ് ഈസ് ഫാമിലി ഇൻഫ്ലുവൻസ്. നമ്മുടെ എല്ലാവരും നമ്മുടെ ലൈഫിലെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് ഫാമിലിയിൽ നിന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലേണർ, ഇപ്പോൾ ആ ഒരു ലേണറിനെ അവരുടെ ഫാമിലി, ആ ഒരു ലേണറിൻ്റെ ഫാമിലി എല്ലാ കാര്യങ്ങളിലും എൻകറേജ് ചെയ്യുന്നു. ഇപ്പോൾ ആർട്സിലായാലും മ്യൂസിക്കിലായാലും ഡാൻസിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലായാലും ഇങ്ങനെയുള്ള എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ആ ഒരു കുട്ടീനെ എൻകറേജ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി അങ്ങനെയുള്ള കുട്ടിക്ക് എന്തുണ്ടാവും, നല്ല ഒരു കൾച്ചറൽ ക്യാപിറ്റൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഫാമിലീസ് വിത്ത് സ്ട്രോങ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും നല്ല ഒരു കൾച്ചറൽ ക്യാപിറ്റൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫാമിലീനെ പ്രൈമറി സോഴ്സ് ഓഫ് കൾച്ചറൽ ക്യാപിറ്റൽ എന്നാണ് വിളിക്കുന്നത്. ഒരു കുട്ടിക്ക് അവരുടെ നോളജും എഡ്യൂക്കേഷനും ലാംഗ്വേജും ഇതൊക്കെ പകർന്ന് കിട്ടുന്നതിൽ വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഒന്നാണ് ഫാമിലി എന്ന് പറയുന്നത്. അടുത്തതാണ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂളിംഗ്. നമുക്കറിയാം, നമ്മുടെ സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്കൂളിൽ നിന്ന് നമുക്ക് ആർട്ടും പിന്നെ അതുപോലെ തന്നെ ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം ഈ പ്രോഗ്രാംസൊക്കെ കുട്ടികൾക്ക് ഒരു ബേസ് ഉണ്ടാക്കി കൊടുക്കാനാണ്. പഠിക്കുന്നതിൽ മാത്രമല്ല, അവർക്ക് മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സയൻസ് അല്ലെങ്കിൽ ആർട്സ് ഫെസ്റ്റിവൽസൊക്കെ സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്കൂളിങ്ങിലൂടെ ലേണേഴ്സിന് ഒരു കൾച്ചറൽ ക്യാപിറ്റൽ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തതാണ് പിയർ ഗ്രൂപ്പ്സ് ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ. നമുക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്നതിലുപരി അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നിന്നും കിട്ടും. വീട്ടിൽ അടച്ചിരിക്കാതെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ മിങ്കിൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സൊസൈറ്റി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഇതും പിന്നെ കൾച്ചറൽ ക്യാപിറ്റൽ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് മീഡിയ ആൻഡ് ടെക്നോളജി. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് മീഡിയയും ടെക്നോളജിയും എങ്ങനെയൊക്കെയാണ് ലേണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന്. ത്രൂ മീഡിയ ആൻഡ് ടെക്നോളജി നമ്മുടെ ആ ഒരു ലിമിറ്റ് അതിനെ മറികടന്ന് നമുക്ക് നമ്മുടെ സറൗണ്ടിങ്ങുമായിട്ട് മിങ്കിൾ ചെയ്യാനും അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും അല്ലെങ്കിൽ ലാംഗ്വേജ് ആയാലും നോളജ് ആയാലും അല്ലെങ്കിൽ മറ്റൊരുപാട് സ്കിൽസ് നമുക്ക് മീഡിയ ആൻഡ് ടെക്നോളജി വഴി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്.
അടുത്ത പോയിൻ്റാണ് കമ്മ്യൂണിറ്റി ആൻഡ് കൾച്ചറൽ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലുള്ള ആ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ കൂടെ നമ്മുടെ കൾച്ചറൽ ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ കൾച്ചറൽ ക്യാപിറ്റൽ അക്വയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത പോയിൻ്റാണ് ട്രാവൽ ആൻഡ് എക്സ്പോഷർ ടു ന്യൂ എൻവയൺമെൻറ്റ്സ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പുതിയ പുതിയ നോളജ്, പുതിയ ലാംഗ്വേജ്, ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതും ലേൺ ചെയ്യുന്നതും ട്രാവലിങ്ങിലൂടെയാണ്. അപ്പോൾ ഫാമിലി പോലെയും എഡ്യൂക്കേഷൻ പോലെയും കൾച്ചറൽ ക്യാപിറ്റൽ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളായ ഒന്നാണ് ട്രാവൽ ആൻഡ് എക്സ്പോഷർ ടു ന്യൂ എൻവയൺമെൻറ്റ്സ്. നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചിരുന്നാൽ നമുക്ക് അതിൽ നിന്ന് പുതിയ പുതിയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഗെയിംസും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വന്ന് ചേരുന്നുണ്ട്. നെക്സ്റ്റ് പോയിൻ്റാണ് മെൻറ്റർഷിപ്പ് ആൻഡ് റോൾ മോഡൽസ്. ഇപ്പം നമ്മുടെ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, അതുപോലെ തന്നെ നമുക്ക് ഓരോരോ മെൻറ്റേഴ്സ് ഉണ്ടാവും. നമ്മുടെ ലൈഫിൽ വഴികാട്ടുന്ന, നമ്മളെ ലീഡ് ചെയ്യുന്ന, നമ്മളെ എൻകറേജ് ചെയ്യുന്ന മെൻറ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ റോൾ മോഡൽസ് ഉണ്ടാവും. ഇവരും നമ്മുടെ ലൈഫിൽ കൾച്ചറൽ ക്യാപിറ്റൽ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് ലേണേഴ്സ് കൾച്ചറൽ ക്യാപിറ്റൽ, അതായത് നോളജ്, സ്കിൽ, ലാംഗ്വേജ്, ടേസ്റ്റ്, അങ്ങനെയുള്ള കൾച്ചറൽ ക്യാപിറ്റൽ അക്വയർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കൾച്ചറൽ ക്യാപിറ്റലിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതെങ്ങനെയാണ് ലേണേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്, അവർക്ക് സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സോഷ്യൽ മൊബിലിറ്റി ഒക്കെ എങ്ങനെയാണ് കൾച്ചറൽ ക്യാപിറ്റൽ പകർന്നു കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ഇതിന് ഒരുപാട് ചാലഞ്ചസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് കൂടെ ഉണ്ട്. സോ അതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ദ ഫസ്റ്റ് പോയിൻ്റ് ഈസ് ഇനീക്വാലിറ്റി ഓഫ് ആക്സസ്. അതായത് നല്ല പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്കാണ് കൂടുതലായും നല്ല അല്ലെങ്കിൽ കൂടുതൽ കൾച്ചറൽ ക്യാപിറ്റൽ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പുവർ ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷനും നോളജും ലാംഗ്വേജ് സ്കില്ലൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ കുറച്ചൊരു റിച്ച് ഫാമിലി അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല കൾച്ചറൽ ക്യാപിറ്റൽ ഉണ്ടാവും. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, ഈ പുവർ ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഈ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണമെന്നില്ല. പിന്നെ കൾച്ചറൽ ക്യാപിറ്റലിൻ്റെ അടുത്തൊരു ചാലഞ്ചാണ് കൾച്ചറൽ ബയാസ് ഇൻ എഡ്യൂക്കേഷൻ. അതായത് ചില സ്കൂള് അല്ലെങ്കിൽ ചില സൊസൈറ്റി എപ്പോഴും ഡോമിനൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പിൻ്റെ കൾച്ചർ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ബാക്കി ഉള്ളവരെയൊക്കെ ഇവരെന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്യും അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യൂല. ഇങ്ങനെ ഒരു ഇഷ്യൂസ് കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ രണ്ട് കുട്ടികൾ, ഒരു കുട്ടിയുടെ ലാംഗ്വേജ് മാത്രമായിരിക്കും ചില സൊസൈറ്റി അല്ലെങ്കിൽ ചില സ്കൂള് ആക്സെപ്റ്റ് ചെയ്യുന്നത്. മറ്റേ കുട്ടിയിലത് ചിലപ്പോൾ ഇവരെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ഇവരെ കൾച്ചറിന് ചേർന്നതായിരിക്കില്ല മറ്റുള്ള കുട്ടികളുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ നോളജ് അല്ലെങ്കിൽ അവരുടെ സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കൾച്ചറൽ ബയാസ് വരുന്നതും കൾച്ചറൽ ക്യാപിറ്റലിൻ്റെ ഒരു ചാലഞ്ചാണ്. അടുത്തതാണ് ലാംഗ്വേജ് ബാരിയേഴ്സ്. The language used in schools often favors students familiar with academic or elite language. അതായത് സ്കൂൾസിലായാലും കോളേജസിലായാലും അല്ലെങ്കിൽ ഏതൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലായാലും എലൈറ്റ് ലാംഗ്വേജ് മാത്രമാണ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ലോവർ ക്ലാസ് അല്ലെങ്കിൽ വരുന്ന കുട്ടികളുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് അത്ര എലൈറ്റ് ആയിരിക്കില്ല. അവരുടെ ആ ഒരു നാടൻ സ്ലാങ്ങിലായിരിക്കും ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവർ. അപ്പോൾ ഇതെന്ത് ചെയ്യും, അവരുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചിലപ്പം ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പം അതാണ് ലാംഗ്വേജ് ബാരിയേഴ്സ്. ഇതും കൾച്ചറൽ ക്യാപിറ്റൽ ഫേസ് ചെയ്യുന്നൊരു ചാലഞ്ചാണ്. അടുത്തതാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. ലിമിറ്റഡ് കൾച്ചറൽ ക്യാപിറ്റൽ ക്യാൻ ലീഡ് ടു മാർജിനലൈസേഷൻ ഓഫ് ലോ എസ്റ്റീം എമംഗ് ലേണേഴ്സ്. ഇപ്പോൾ
കൾച്ചറൽ ക്യാപിറ്റൽ അധികം ഇല്ലാത്ത ഒരു കുട്ടി, നല്ല കൾച്ചറൽ ക്യാപിറ്റൽ ഉള്ള ഒരു കുട്ടി, പൊതുവായിട്ടും ആൾക്കാർ അല്ലെങ്കിൽ സൊസൈറ്റി ആയാലും സ്കൂളായാലും കൺസിഡർ ചെയ്യുന്നത് നല്ല കൾച്ചറൽ ക്യാപിറ്റൽ ഉള്ള ഒരു കുട്ടിയായിരിക്കും. മറ്റേ കുട്ടിക്ക് കൾച്ചറൽ ക്യാപിറ്റൽ ഇല്ലാത്തത് ആ ഒരു കുട്ടിയുടെ കുറവ് കൊണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, ചിലപ്പോൾ ആ കുട്ടി ജീവിക്കുന്ന സൊസൈറ്റി കാരണമായിരിക്കും. അപ്പോൾ ഈ ഒരു കൾച്ചറൽ ക്യാപിറ്റലിൻ്റെ പേരിൽ സോഷ്യൽ എക്സ്ക്ലൂഷൻ കൂടി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് ഇൻ്റർ ജനറേഷണൽ ഡിസഡ്വാൻറ്റേജസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു കൾച്ചറൽ ക്യാപിറ്റൽ അതിലെ ഫാമിലി കൾച്ചറൽ ക്യാപിറ്റലിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നോക്കിയാൽ ഇപ്പം നമ്മുടെ ഒക്കെ അച്ഛനും അമ്മയും പണ്ടത്തെ കാലത്ത് ജീവിച്ചവരായിരിക്കും. അപ്പം അവർ നമുക്ക് പറഞ്ഞു തന്ന നോളജ് അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ അവർ ജീവിച്ച രീതിയിലായിരിക്കും നമ്മളെ വളർത്തിയിട്ടുണ്ടാവൽ. അപ്പോൾ നമുക്ക് ആ ഒരു നല്ല കൾച്ചറൽ ക്യാപിറ്റൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതിന് കാരണം എന്താ? നമ്മളും നമ്മളുടെ ആ ഒരു പാരൻസും ഉള്ള ആ ഒരു ജനറേഷൻ ഗ്യാപ്പാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസാണ്. അപ്പം ഫാമിലീസ് വിത്ത് ലോ കൾച്ചറൽ ക്യാപിറ്റൽ മേ ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു ബ്രേക്ക് ദ സൈക്കിൾ. അപ്പോൾ ഇങ്ങനെ ഉള്ള ഫാമിലീസിന് അല്ലെങ്കിൽ ഇത്രയും ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് കാരണം കൾച്ചറൽ ക്യാപിറ്റലിൽ ലേണേഴ്സിൻ്റെ ഇടയിൽ ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്. അടുത്തതാണ് ലാക്ക് ഓഫ് കൾച്ചറൽ റെക്കഗ്നിഷൻ. Sometimes the society and educational institutions may fail to recognize or value students' local or indigenous cultural knowledge. നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്. ഒരു ലേണറിൻ്റെ അവരുടേതായ ഒരു ഇൻഡിജീനസ് കൾച്ചറൽ നോളജ് ഒന്നും എല്ലാ സൊസൈറ്റിയും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും വാല്യൂ ചെയ്യണമെന്നില്ല. ഇപ്പം എൻ്റെ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഞാൻ ജീവിക്കുന്ന സൊസൈറ്റീൻ്റെ കൾച്ചറും ലാംഗ്വേജും ഒക്കെയാണ്. അത് വേറെ എടുത്തു പോയാൽ അവർ ചിലപ്പം ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ എന്താ, അങ്ങനെയില്ല ഒരു ലാക്ക് ഓഫ് കൾച്ചറൽ റെക്കഗ്നിഷൻ, ഇത് കൂടെ കൾച്ചറൽ ക്യാപിറ്റലിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ചാലഞ്ചസ് ഓഫ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ലേണേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ സ്ലൈഡിൽ കാണുന്ന ഈ ഒരു ഇമേജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല കൾച്ചറൽ ക്യാപിറ്റലുള്ള ആ ഒരു ലേണർ വലിയ ഉയരമുള്ള ഒരു മതിൽ ചാടി കടക്കുന്നത്. അപ്പോൾ അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നല്ല ഒരു കൾച്ചറൽ ക്യാപിറ്റൽ, അതായത് നല്ല നോളജും ലാംഗ്വേജ് സ്കില്ലും എഡ്യൂക്കേഷനും ഒക്കെ ഉള്ള ഒരു ലേണറാണെങ്കിൽ സൊസൈറ്റിയിൽ അവർക്ക് നല്ല അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവും, നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവും എന്നാണ്. പകരം ഇപ്പുറത്ത് നിൽക്കുന്ന കുട്ടി എന്താണ്, ആ കുട്ടിക്ക് ആ ഒരു സോഷ്യൽ ലാഡർ എത്തിപ്പിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതിന് കാരണം എന്തായിരിക്കും? ആ കുട്ടിക്ക് നല്ലൊരു കൾച്ചറൽ ക്യാപിറ്റൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ആ കുട്ടിയുടെ പ്രശ്നം കൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ ഫാമിലി ഇൻഫ്ലുവൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം. സോ ഇതാണ് കൾച്ചറൽ ക്യാപിറ്റൽ. നല്ല കൾച്ചറൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഏതൊരു ലേണേഴ്സിനും അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലായാലും വർക്ക് പ്ലേസിലായാലും സക്സസ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല നല്ല അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് all about the topic cultural capital of learners, and thank you.